ഐപിഎൽ സീസൺ ഓപ്പണറിൽ ഒരു കിടിലൻ മത്സരമാണ് നടന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആവേശം നിറഞ്ഞ പോരാട്ടം. ആദ്യ ഇന്നിംഗ്സിൽ ഹൈദരാബാദ് വലിയ തിരിച്ചടിയോടെയാണ് തുടങ്ങിയത്. പവർപ്ലേയിൽ ഡഫിയുടെ കിടിലൻ ബൌളിംഗ് ടോപ്പ് ഓർഡർ തകർന്നു. ആദ്യത്തിൽ പിച്ച് 2 സ്പീഡിലായിരുന്നു, ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കി. പക്ഷേ പിന്നീട് പിച്ച് മെച്ചപ്പെട്ടതോടെ റൺസ് എടുക്കാൻ എളുപ്പമായി. ഇത്തരം സാഹചര്യത്തിൽ ഇഷാൻ കിഷൻ അതിശയകരമായ പ്രകടനം കാഴ്ചവെച്ചു. 3 വിക്കറ്റുകൾ വേഗം നഷ്ടമായ ശേഷം ഇന്നിംഗ്സ് മുഴുവൻ തന്റെ നിയന്ത്രണത്തിൽ എടുത്തു. ബൌളർമാരെ എല്ലായിടവും അടിച്ചു തകർത്ത ഇഷാൻ ടീമിനെ തിരിച്ചുകൊണ്ടുവന്നു. അവനൊപ്പം ക്ലാസൻ ശാന്തമായി കളിച്ചെങ്കിലും ആ പാർട്ണർഷിപ്പ് വളരെ നിർണായകമായിരുന്നു. അവസാന ഓവറുകളിൽ അനികേത് വർമ്മ എത്തിയപ്പോൾ പവർ ഹിറ്റിംഗിലൂടെ സ്കോർ ഉയർത്തി. റൺചേസ് തുടങ്ങുമ്പോൾ തന്നെ ആർസിബി പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. ആക്രമണം ആരംഭിച്ചത് ദേവ്ദത്ത് പടിക്കൽ. ബൗണ്ടറികളും സിക്സുകളും കൊണ്ട് ദത്തെ ബൌളർമാരെ സമ്മർദ്ദത്തിലാക്കി. അവൻ പുറത്തായതിനുശേഷം ക്യാപ്റ്റൻ രജത് പടിദാർ ഇന്നിംഗ്സ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു. അവസാനം കോഹ്ലി തന്റെ സ്റ്റൈലിൽ മത്സരം ഫിനിഷ് ചെയ്തു. കഴിഞ്ഞ ഓവറുകളിൽ കോഹ്ലിയുടെ ഷോട്ടുകൾ ഫാൻസിന് ഒരു വലിയ ആഘോഷം തന്നെ. സൺറൈസേഴ്സ് എടുത്ത ചില തീരുമാനങ്ങൾ സംശയങ്ങൾ ഉയർത്തി. പവർപ്ലേയിൽ പ്രധാന ബൌളർമാരെ ഉപയോഗിക്കാതിരുന്നത് വലിയ പിഴവായി. പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ പടിക്കൽ അങ്ങനെ ഫോമിലായപ്പോൾ എന്തു ചെയ്താലും ഫലം മാറാൻ സാധ്യതയില്ലായിരുന്നു. മാൻ ഓഫ് ദി മാച്ച്. തകർപ്പൻ ബൌളിംഗിലൂടെ മത്സരത്തിൽ മാറ്റം കൊണ്ടുവന്ന ഡഫി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആർസിബിയുടെ പൂർണ്ണ ആധിപത്യം. ഈ ഫോമിൽ അവർ തുടരുകയാണെങ്കിൽ ഈ സീസൺ അവരുടേതായിരിക്കും.